ഹായ് ഫ്രണ്ട്സ്, അജീന്ദ്യ പ്രസാദാണേ. ഇന്നേ ഏട്ടൻ്റെ പിറന്നാളാണല്ലോ. രാവിലെ അമ്പലത്തിലൊക്കെ പോയി പുറത്തുനിന്നൊക്കെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാൻ വന്ന് ഉച്ചയ്ക്കുള്ള ലഞ്ചൊക്കെ റെഡിയാക്കി കേട്ടോ. അധികം വിഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം ഞങ്ങൾ 1-ാം തീയതി വിഭവങ്ങൾ വെച്ചു. ഇനി ഓണത്തിനൊക്കെ ഇത് തന്നെയല്ലേ, നമ്മൾ പച്ചക്കറികൾ തന്നെ ആയതുകൊണ്ട് ഒരു തോരനും പിന്നെ ഈ സേമിയോ തൈരൊക്കെ ചേർത്തിട്ടുള്ള ഒരു പച്ചടി, പിന്നെ അച്ചാറ്, പുളിഞ്ചി, പപ്പടം, പായസം ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ചോറ്, പിന്നെ പഴം നമ്മൾ ശർക്കരയിലൊക്കെ ചേർത്തിട്ടുള്ള അതൊക്കെ ചേർത്ത് അങ്ങ് ഉണ്ടാക്കി അടിപൊളിയായിട്ട് അങ്ങ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നല്ല സന്തോഷമായിരുന്നു. കാരണം ഞാനിവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഏട്ടനിങ്ങനെ ഭക്ഷണം, ഏട്ടനും അച്ഛനും അമ്മയും ഒന്നുമില്ല, അപ്പോൾ ഏട്ടനെ എല്ലാം ഞാൻ തന്നെയാണ്. ആ ഒരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക്, ആ വിശ്വാസത്തോടു കൂടി നമുക്ക് എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. എന്നെ നോക്കുന്ന ആളെ ഞാൻ എനിക്ക് എങ്ങനെയൊക്കെ സ്നേഹിക്കാം എന്നുള്ളത് എനിക്ക് കാണിക്കണം എന്നുണ്ടായിരുന്നു. ഞാൻ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ തിരിച്ചറിവും ഒക്കെ എനിക്ക് തന്നെ അനലൈസ് ചെയ്യണം എന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു സന്തോഷം ഇങ്ങനെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷമായിട്ട്. ഞാനും ഏട്ടൻ്റെ കൂടെ തന്നെ ഫുഡ് കഴിക്കുകയായിരുന്നു കേട്ടോ. എന്നെ നിർബന്ധിച്ചിരുത്തുന്നതാണ്, ഞാൻ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, ഒപ്പം ഇരുത്തി. അപ്പോൾ എല്ലാ കറികളിലെയും സ്വാദ് ഞാൻ തന്നെ പറയും, ഏട്ടനും പറയും. അപ്പോൾ അങ്ങനെ എല്ലാം കഴിച്ച് എല്ലാത്തിൻ്റെയും സ്വാദൊക്കെ നോക്കി സന്തോഷത്തോടു കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു പുണ്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഏതോ ജന്മത്തിൽ ഞാൻ ചെയ്തൊരു പുണ്യമായിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.